പണ്ട് പത്രം ഇടാൻ പോണ സമയത്ത് ഞാൻ രാവിലെ വെളുപ്പാൻ കാലത്ത് ചായയും വെട്ടിയേക്കും കഴിക്കുള്ളൂ. അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര ഒരു കോമ്പറ്റീഷൻ തോന്നിയാണ് ചായയും വെട്ടിയേക്കും. അന്ന് എനിക്ക് വീട്ടിൽ ഉണ്ടാക്കണമെന്ന് കരുതിയാണ്. അപ്പൊ ഞാൻ ഇന്നത്തെ പ്രോഗ്രാം വെട്ടിയേക്ക് ഉണ്ടാക്കാണ്ട് പോവുകയാണ്. വെട്ടിയേക്ക് ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പാൽ ആവശ്യമാണ്. നമുക്ക് പാൽ ആവശ്യമുണ്ട്. പിന്നെ ഏലക്ക ഒരു 5 തൊലി ആവശ്യമില്ല, ഏലക്ക ആവശ്യമുണ്ട്. പിന്നെ 2 മുട്ട, പിന്നെ തൈര്, നെയ്യ്, പിന്നെ പഞ്ചസാര, മൈദമാവ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ബേക്കിംഗ് സോഡ, പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ. ഇത്രയാണ് നമുക്ക് വെട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാനുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യണം, ഏത് പരുവത്തിൽ മിക്സ് ചെയ്യണമൊക്കെ നമുക്ക് കണ്ടുനോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ പഞ്ചസാരയും ഏലക്കയും നല്ലവണ്ണം മിക്സിയിട്ട് അടിച്ച് നല്ല തരി പോലെ പൊടി പോലെ ആക്കണം. നല്ല മിക്സിയിട്ട് അടിച്ച് നല്ല പൊടി പോലെ ആക്കി എടുക്കാം. നമുക്ക് അത് ആക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള സെറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിതാ നല്ലവണ്ണം പൊടിച്ചിട്ടുണ്ട്. പഞ്ചസാരയും ഏലക്കയും നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്. ഇനി നമുക്ക് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട കൂടിപ്പോകരുത്, എങ്കിൽ മുട്ടയുടെ ടേസ്റ്റ് ആയിപ്പോ. മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഇത് മതിയാവും. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, എന്നാലും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പോലെ നല്ലവണ്ണം അടിച്ചുകൊണ്ട് വരാം മിക്സിയിലിട്ട്. പഞ്ചസാരയുണ്ട്, ഏലക്കയുണ്ട്, ബേക്കിംഗ് സോഡ, മുട്ട, ഉപ്പ്, ഇത്രയും സെറ്റ് ചെയ്ത് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. നെയ്യ്, തൈര് ഇത്രയും അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി മൈദമാവ് നമുക്ക് തട്ടി കൊടുക്കാം. ഇത് നമുക്ക് മിക്സി എടുക്കാനുള്ളതാണ്. മൈദമാവിൽ തട്ടി കൊടുക്കാം. അത് നമ്മൾ അടിച്ചു വെച്ച ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇത്ര ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, നമ്മൾ വീട്ടിൽ കൊണ്ട് നമ്മൾ കടയിലേക്ക് കിട്ടുന്ന അതേ ഇത് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിന് കൈ നല്ലവരെ കഴുകിയിട്ട് നല്ലവരെ മിക്സ് ചെയ്തെടുക്കാം. നല്ലവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം നല്ലവരെ മിക്സ് ചെയ്യണം. നമുക്കൊരു ചപ്പാത്തി പരുവം നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്കിത് എല്ലായിടത്തും ആവാൻ കണക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടാണ് എടുക്കാനുള്ളത്. നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പാല്, 1 ഗ്ലാസ് പാല് മതിയാവും. നമുക്കിത് മൊത്തം എടുക്കുമ്പോൾ 1 ഗ്ലാസ് പാല് മതിയാവും. നമുക്ക് കുറേശ്ശെ കട്ടിയൊന്നും പിടിക്കാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ മാവെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നല്ല കുഴച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ മാവെല്ലാം ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് ആവശ്യം. അപ്പൊ മാവെല്ലാം ഈ ഒരു പരുവത്തിൽ നമുക്കെല്ലാം മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് എടുക്കണം. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതാ പരുവം. നല്ല സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിലാക്കി നിരത്തി എടുക്കണം. അപ്പൊ നമുക്ക് ഈ പാത്രത്തിലോട്ടാക്കി എല്ലായിടത്തും കണക്കൊക്കെ നിരത്തി എടുക്കാം. നമ്മൾ പാത്രത്തില് നിരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പുട്ടുകുറ്റിയാണ്. പുട്ടുരുതാ ഇങ്ങനെ വെച്ചിട്ട് നല്ലൊരു പ്രസ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് അത് കറക്കി കഴിഞ്ഞാൽ അത് അത്രയും കട്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്തതും ഇങ്ങനെ വയ്ക്കുന്നു, ഒരു കറക്കുന്നു, ഇവിടെ വയ്ക്കുന്നു. ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ലേ, ഈ ഒരു കട്ട് ചെയ്തത് നമുക്ക് ഇരിക്കട്ടെ. നമുക്ക് ഇനി എണ്ണയിട്ട് വറുത്തെടുക്കാം. ചൂടാവട്ടെ. അപ്പൊ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന്റെ മാവൊന്ന് മുങ്ങിക്കിടക്കണം. അത്രയും ഇതിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. അത്രയും മതിയാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത കേക്ക് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് പറന്ന് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വരും. നമുക്ക് വലിയ തീ പാടില്ല. ഈ ഒരു തീയൊക്കെ തന്നെ ആവശ്യത്തിന് മതി.
മതി, ഈ സൈഡിൽ ഇത്രയും മതി. ഇതൊന്ന് റെഡി ആയി വരട്ടെ. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ താഴത്തൊക്കെ ഏകദേശം കളർ മാറി വരുന്നുണ്ട്. നല്ലൊട്ട് അകമെല്ലാം നല്ലൊട്ട് വെന്ത് ഇങ്ങനെ നല്ലൊട്ട് വരണം. ഈ ഒരു കളർ ഇതിനെക്കാളും കുറച്ചും കൂടെ കളറിൽ എല്ലാ സൈഡും വരുമ്പോഴാണ് ഇത് പാകമാവുന്നത്. അത് നമുക്ക് ഈ ഒരു പരുവം മതി. നമുക്ക് കോരി എടുക്കാം. അപ്പൊ ഈ ഒരു പരുവത്തിൽ കോരി എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കളർ വരുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചാൽ മതി. ഇതാകുമ്പോൾ നമ്മൾ ചെറിയ തീയിലാണ് നമ്മൾ റെഡിയാക്കിയത്. അതാകുമ്പോൾ നമ്മൾ അകത്ത് നല്ലൊരു വെന്ത് കാണും. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് വെട്ട് കേക്ക്. നമ്മൾ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ്. നല്ല ചൂടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം. ചൂട് കഴിയുമ്പോൾ ഞാൻ കൊച്ചിയിൽ എന്തായാലും വിചാരിച്ചില്ല, ഇപ്പോഴാണ് വിചാരിച്ചത്. അതെല്ലാം അതുപോലെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സ്നോയ്ക്കൂടെ വായി നോക്കിക്കൊണ്ടിരിക്കുക. സ്നോയ്ക്കൂടെ കൊടുക്കാം. ക്യാച്ച്. നോയിക്കോട്ടാ, എങ്ങനെയുണ്ട്? വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? നോയിക്കോട്ടെ, ഇഷ്ടപ്പെട്ടാ? വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞേ. അപ്പം ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ ഞാൻ ഇനി ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ നല്ലൊരു വീഡിയോ കാണാൻ ഈ ചാനൽ ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ല് നടക്കുക. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വരെ ഓക്കെ, ബൈ.